കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് പുതിയ UDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ സംസ്ഥാനത്ത് നിരവധി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുമെന്ന വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും വലിയ ചർച്ചയാകുന്നത്. പുതിയ സർക്കാരിന്റെ ആദ്യഘട്ട ലക്ഷ്യം ജനങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാധാരണക്കാരായ കുടുംബങ്ങൾ, പെൻഷൻ ആശ്രയിച്ച് ജീവിക്കുന്ന വയോജനങ്ങൾ, തൊഴിലന്വേഷിക്കുന്ന യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, ചെറുകിട വ്യാപാരികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളായി നിരവധി പുതിയ പദ്ധതികൾ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പുതിയ മുഖ്യമന്ത്രിയെ VD സതീശനെ പ്രഖ്യാപിക്കപ്പെട്ടു. ജനക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ആശയത്തോടെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആദ്യ 100 ദിവസത്തിനുള്ളിൽ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്താനാണ് സാധ്യതയെന്ന വാർത്തകൾ ജനങ്ങളിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വിഷയമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ മാസ പെൻഷൻ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ കുടിശ്ശികയും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം പലർക്കും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതോടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നും കുടിശ്ശിക മുഴുവനായും ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുമെന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചില രാഷ്ട്രീയ ചർച്ചകളിൽ 3000 വരെ പെൻഷൻ വർധനവിനെ കുറിച്ചും സംസാരിക്കപ്പെടുന്നു. ഇതോടെ വയോജനങ്ങൾക്ക്, വിധവകൾക്ക്, ഭിന്നശേഷിക്കാർക്ക് വലിയ ആശ്വാസമാകുമെന്നതാണ് കരുതുന്നത്. ഇതുകൂടാതെ സ്ത്രീകൾക്കായുള്ള പ്രത്യേക പദ്ധതികളും പുതിയ സർക്കാരിന്റെ പ്രധാന ആകർഷണമായി മാറാനിടയുണ്ട്. കുടുംബത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സ്ത്രീകൾക്ക് മാസസഹായം, സ്വയം തൊഴിൽ പദ്ധതികൾ, പലിശരഹിത വായ്പകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, പുതിയ ധനസഹായം എന്നിവ പരിഗണിക്കപ്പെടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേക ഹെൽപ്പ് സെന്ററുകൾ, രാത്രി സുരക്ഷാ പെട്രോളിംഗ്, സ്ത്രീകൾക്ക് സൗജന്യ നിയമസഹായം, ഒറ്റത്തവണ ധനസഹായം എന്നിവയും സർക്കാർ പരിഗണിച്ചേക്കാം. യുവാക്കൾക്കായുള്ള തൊഴിൽ പദ്ധതികളാണ് മറ്റൊരു പ്രധാന വിഷയം. കേരളത്തിലെ വലിയൊരു ഭാഗം യുവാക്കൾ തൊഴിലില്ലായ്മ കാരണം വിദേശ രാജ്യങ്ങളിലേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അതിനാൽ പുതിയ സർക്കാർ IT പാർക്കുകൾ വികസിപ്പിക്കുക, സ്റ്റാർട്ടപ്പ് പദ്ധതികൾക്ക് കൂടുതൽ പിന്തുണ നൽകുക, PSC ഒഴിവുകൾ വേഗത്തിൽ നികത്തുക, സർക്കാർ സ്ഥാപനങ്ങളിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുക, സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് പുതിയ ജോലി അവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മുൻഗണന നൽകുമെന്നാണ് പ്രതീക്ഷ. കർഷകർക്ക് വേണ്ടി പുതിയ കാർഷിക പാക്കേജുകളും വലിയ ചർച്ചയാകുന്നു. നെൽകർഷകർക്ക് ഉൽപാദന സബ്സിഡി, റബ്ബർ കർഷകർക്ക് വില സ്ഥിരതാ പദ്ധതി, പച്ചക്കറി കർഷകർക്ക് നേരിട്ടുള്ള മാർക്കറ്റിംഗ് സൗകര്യം, പ്രകൃതി ദുരന്തത്തിൽ നഷ്ടമുണ്ടായവർക്ക് അടിയന്തര ധനസഹായം എന്നിവ നടപ്പാക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും സംസാരിക്കപ്പെടുന്നു. കൃഷിയെ ലാഭകരമാക്കാൻ ഗ്രാമതല ശീതീകരണ സംഭരണ കേന്ദ്രങ്ങളും പുതിയ കാർഷിക സഹകരണ പദ്ധതികളും ആരംഭിക്കുമെന്നാണ് വിലയിരുത്തൽ. മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഇൻഷുറൻസ് പദ്ധതി, അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായം, മത്സ്യബന്ധന ബോട്ടുകൾക്ക് ഇന്ധന സബ്സിഡി, തീരദേശ വീടുകളുടെ നവീകരണം, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം തുടങ്ങിയ പദ്ധതികളും പുതിയ സർക്കാരിന്റെ പരിഗണനയിൽ വരാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നു. സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നു. വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഒരുക്കുക, ഉയർന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വർദ്ധിപ്പിക്കുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് നൽകുക തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയിലുണ്ട്. വിദ്യാർത്ഥികൾക്കായുള്ള ലാപ്ടോപ്പ് പദ്ധതി, പരീക്ഷാ ഫീസ് സഹായം, സൗജന്യ പരിശീലന ക്ലാസുകൾ എന്നിവയും പുതിയ സർക്കാരിന്റെ പദ്ധതികൾ ഉൾപ്പെടാം. ആരോഗ്യരംഗത്ത് സർക്കാർ ആശുപത്രികൾ കൂടുതൽ ആധുനികമാക്കുന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഭരണകൂടം മുന്നോട്ടു പോകുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുക, സൗജന്യ മരുന്ന് വിതരണം ശക്തമാക്കുക, ചികിത്സാ സഹായ പദ്ധതികളുടെ പരിധി വർദ്ധിപ്പിക്കുക, ക്യാൻസർ, ഹൃദ്രോഗ രോഗികൾക്ക് പ്രത്യേക ധനസഹായം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. സാധാരണ കുടുംബങ്ങൾക്ക് വൈദ്യുതി ജല ബില്ലുകളിൽ ഇളവുകൾ, കുറഞ്ഞ വരുമാനക്കാർക്ക് സബ്സിഡി, റേഷൻ കാർഡ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കൽ, വീടില്ലാത്തവർക്ക് പുതിയ ഭവന പദ്ധതികൾ തുടങ്ങിയ കാര്യങ്ങളും വലിയ ചർച്ചയാകുന്നു. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പുതിയ റോഡുകൾ, കുടിവെള്ള പദ്ധതികൾ, മാലിന്യ സംസ്കരണ സംവിധാനം, പൊതുഗതാഗത വികസനം എന്നിവയും സർക്കാർ പ്രധാനമായി പരിഗണിക്കുമെന്നാണ് വിലയിരുത്തൽ. ചെറുകിട വ്യാപാരികൾക്ക് വായ്പാ സഹായം, GST സംബന്ധിച്ച ഉപദേശക കേന്ദ്രങ്ങൾ, ചെറുകിട കടകൾക്ക് പലിശ ഇളവുള്ള വായ്പകൾ, വനിതാ സംരംഭകർക്ക് പ്രത്യേക ധനസഹായം തുടങ്ങിയ പദ്ധതികളും പ്രതീക്ഷിക്കപ്പെടുന്നു. കോവിഡ് സമയത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട വ്യാപാര മേഖലയെ വീണ്ടും സജീവമാക്കുന്നതും പുതിയ സർക്കാരിന്റെ പ്രധാന വെല്ലുവിളിയാകും.
പ്രവാസികൾക്കായി പ്രത്യേക ക്ഷേമനിധി, വിദേശത്തെ ജോലി നഷ്ടപ്പെട്ട് മടങ്ങിയവർക്കുള്ള പുനരധിവാസ പദ്ധതി, പ്രവാസി നിക്ഷേപ പദ്ധതികൾ, നോർക്ക സേവനങ്ങൾ വിപുലീകരിക്കൽ തുടങ്ങിയ കാര്യങ്ങളും ചർച്ചയിലുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് സഹായകരമായ പുതിയ നയങ്ങൾ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയും ഉയരുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഈ പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യത്തിലാകുമോ എന്നതാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എത്രത്തോളം വേഗത്തിൽ നടപ്പിലാക്കുമെന്നതാണ് പുതിയ സർക്കാരിന്റെ വിശ്വാസ്യത നിർണ്ണയിക്കുന്നത്. ആദ്യ മന്ത്രിസഭാ യോഗങ്ങളിൽ തന്നെ ചില സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പുതിയ സർക്കാർ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന രീതിയിൽ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി, കടബാധ്യത, കേന്ദ്ര സംസ്ഥാന ബന്ധം, വരുമാനക്ഷാമം തുടങ്ങിയ വെല്ലുവിളിയും സർക്കാരിന് മുന്നിലുണ്ട്. ഈ വെല്ലുവിളികൾ മറികടന്ന് ജനക്ഷേമവും വികസനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതായിരിക്കും പുതിയ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം. അടുത്ത ദിവസങ്ങളിൽ സർക്കാർ പ്രഖ്യാപനങ്ങളും മന്ത്രിസഭാ തീരുമാനങ്ങളും കൂടുതൽ വ്യക്തത നൽകും. പെൻഷൻ വർധന, സ്ത്രീകൾക്കുള്ള പുതിയ പദ്ധതികൾ, യുവാക്കൾക്കുള്ള തൊഴിലവസരങ്ങൾ, കർഷക സഹായങ്ങൾ, വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തെ പരിഷ്കാരങ്ങൾ എന്നിവ യാഥാർത്ഥ്യമായ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ, സർക്കാർ പ്രഖ്യാപനങ്ങൾ, രാഷ്ട്രീയ അപ്ഡേറ്റുകൾ, ക്ഷേമ പദ്ധതി വിശദാംശങ്ങൾ എന്നിവ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നേടാനിടയുണ്ട്. ആയതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താം. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി തന്നെ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് സപ്പോർട്ടും തരാം. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.